നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം 28-ന് നടക്കും. മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ചേർന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി യോഗത്തിലാണ് തീരുമാനം. വള്ളംകളി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി മാറ്റിവെച്ചതിൽ വള്ളംകളി പ്രേമികളുടെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു. വള്ളംകളിക്കായി നടത്തിയ തയ്യാറെടുപ്പുകളും പണച്ചെലവും മറ്റും ചൂണ്ടിക്കാട്ടി വള്ളംകളി സംരക്ഷണ സമിതി മുഖ്യമന്ത്രിക്ക് നിവേദനവും നൽകിയിരുന്നു. ഇന്ന് ചേർന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി യോഗത്തിൽ ഈ മാസം 28-ന് വള്ളംകളി നടത്താൻ മുഖ്യമന്ത്രി അനുമതി നൽകിയതായി മന്ത്രി പി പ്രസാദ് അറിയിച്ചു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സാംസ്കാരിക പരിപാടികളോ മറ്റാഘോഷങ്ങളോ ഇല്ലാതെയാകും വള്ളംകളി നടത്തുകയെന്ന് ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്. 28-ാം തീയതി ബഹുമാനപ്പെട്ട CM-ന്റെ അധ്യക്ഷതയിൽ പങ്കെടുക്കുന്ന യോഗത്തിൽ വെച്ച് നമ്മൾ ഈ പ്രോഗ്രാം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് ഈ പ്രാവശ്യം നമ്മൾ വയനാടിൻ്റെ ദാരുണമായ ഇഷ്യൂസിൻ്റെ ബേസിൽ നമ്മൾ വലിയ ആഘോഷങ്ങളില്ലാതെ ഒരു ചടങ്ങ് മാത്രം, നമ്മുടെ ഒരു വള്ളംകളി മാത്രം ഒരു ദിവസത്തെ പ്രോഗ്രാം നടത്താനുള്ള ക്രമീകരണം മാത്രമാണ് ചെയ്യുന്നത്. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കൂടി ഇത്തവണ നടത്താൻ സർക്കാർ ശ്രമങ്ങൾ നടത്തണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് തീർച്ചയായും നടത്തണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഡിമാൻഡ്. നമ്മളത് ഗവൺമെന്റിനോട് നേരിട്ടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്, ഇന്ന് ഈ യോഗത്തിലും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഈ വർഷം ഒരു മാസം താമസിച്ചിട്ടായാലും ഈ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് നടത്തപ്പെടാൻ നമ്മൾ മുന്നോട്ട് പോകും. 9 വള്ളങ്ങൾ എന്നുള്ളത് മാറ്റി ലൊക്കേഷന്റെ എണ്ണം കുറച്ചാലും 12 വള്ളങ്ങളാക്കി നടത്തണം എന്നതാണ് നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഡിമാൻഡ്. നെഹ്റു ട്രോഫിക്കായി സർക്കാർ നൽകുന്ന ഗ്രാന്റ് തുക വർദ്ധിപ്പിക്കണമെന്നും സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു. റിപ്പോർട്ടർ, ആലപ്പുഴ.